മോൾക്ക് ഈ സിനിമയിലേക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. വിസ്മയ മോഹൻലാലിന്റെ അയലൊക്കക്കാരി ഒപ്പമുള്ള കുട്ടിയായിട്ട്. അതെ, അതാണ് നമ്മുടെ സിനിമ. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാണ് ഗൈസ്. ഞങ്ങൾ സാധാരണ സിനിമയ്ക്ക് പോണത് അങ്ങനെ വ്ളോഗ് എടുക്കാറില്ല. അപ്പോൾ നമ്മുടെ മോഹൻലാലിന്റെ മോളെ സിനിമയ്ക്കാണ് പോണത്, തുടക്കം. സോ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ നമ്മൾ പറയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ ഇറങ്ങി ഗൈസ്. ആസ് യൂഷ്വൽ ലേറ്റ് ആണ് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവ് നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രത്യേകത ഉണ്ട് ഈ സിനിമയ്ക്ക് എന്ന്. പറഞ്ഞു ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞു. അതെന്താന്ന് പറഞ്ഞില്ല. നമ്മുടെ എന്താ പറയാ, നിർഭാഗ്യവശാൽ, അതായത് ചേട്ടായി അത് പറയാന് ഫ്രണ്ട്സ് പ്രത്യേകത ഒന്നല്ല, ചെറിയൊരു ഇതുണ്ട്. വെച്ചാല് ദിയമോൾക്ക് ഈ സിനിമയിലേക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. വിസ്മയ മോഹൻലാലിന്റെ അയലൊക്കക്കാരി ഒപ്പമുള്ള കുട്ടിയായിട്ട് ത്രൂ ഔട്ട് റോൾ ആയിരുന്നു. അത് ഏകദേശം ഓക്കെ ആയിരുന്നു. നമ്മളെ ഡയറക്ടറെ വിളിച്ച് സംസാരിച്ച് ഓക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പം ദിയമോളെ അവർ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടി കുഞ്ഞുകുട്ടിയായി പോയി. അതുകൊണ്ട് മാത്രം ജസ്റ്റ് മിസ്സായി. അപ്പൊ അടുത്തേൽ നോക്കാന്ന് പറഞ്ഞുള്ളി. അപ്പൊ ദിയമോൾക്ക് അഭിനയിക്കാൻ പറ്റാതെ മിസ്സായി പോയ റോളാണ്. ദിയമോൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളോട് പിന്നെ ആദ്യം പറഞ്ഞിരുന്നത് കൺഫേം അല്ല, അവരിങ്ങനെ ഒരു സംഭവം പറഞ്ഞ് അവര് സെലക്ട് ചെയ്യണമെങ്കിൽ അവരുടേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ദിയമോൾ പറയാനുള്ളത്? നോക്കാം, ദിയമോൾ അഭിനയിക്കുന്ന റോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ദിയമോളെ കുറച്ചുകൂടെ വലിയ കുട്ടി തന്നെയാണ്. അപ്പൊ അയൽവക്കത്തുള്ള ഒരു കുട്ടിയായിട്ട് നോക്കാം അല്ലേ ദിയ? അടുത്തേൽ പിടിക്കാം നമുക്ക്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ചേച്ചിക്കാണ് ചാൻസ് കിട്ടിയത്. പിന്നെ പപ്പ പറഞ്ഞു എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പം ഞാൻ നന്നായി സന്തോഷിച്ചു. പക്ഷെ ഞാൻ ചെറുതായിപ്പോയി. ഇനി വരുന്ന വിചാരിക്കല്ലേ അടുത്തൊരു ചാൻസ്. വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് കാണാൻ പോവാ എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്ക് അറിയില്ല കേട്ടോ, ട്രെയിലർ പോലും നമ്മള് കണ്ടിട്ടില്ല. കണ്ടോ? അങ്ങനത്തെ സിനിമ തന്നെ. ജൂഡ് ആന്റണീന്റെ സിനിമ ആയതുകൊണ്ട് നല്ലതായിരിക്കും. നമുക്ക് ഏകദേശം ധാരണ. പുള്ളിയുടെ എല്ലാ സിനിമകളും അടിപൊളിയാണ്. ലാസ്റ്റ് 2028 2018 പ്രളയത്തിന്റെ ഓം ശാന്തി ഓശാനല്ലായിരുന്നു ഫസ്റ്റ് പടം. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് ഫ്രണ്ട്സ്. അതാണ് നമ്മുടെ സിനിമ. മായ ചേച്ചീന്റെ പുറകെ ഓടുന്ന ആളായിരുന്നു ഇത്. സാരമില്ല, പക്ഷെ ഇങ്ങനെയാണല്ലോ, ഫെയിലിയർ ഈസ് ദ കീ ടു സക്സസ്. ആദ്യമോനെ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആയിരുന്നു, ഞാൻ കണ്ടില്ല. ആണോ? എങ്ങനെയുണ്ടായിരുന്നു ദിയമോളെ? ഫ്രണ്ട്സ്, ദിയമോക്ക് ശരിക്കും മിസ്സായി. കാരണം നല്ല അടിപൊളി സിനിമയായിരുന്നു. എന്താ ശരിക്കും പറഞ്ഞാൽ ദിയമോക്ക് ഇതിൽ കിട്ടിയാണെങ്കിൽ മായ ചേച്ചിന്റെ ഇവളുടെ ഫസ്റ്റ് സിനിമ ആവുന്നല്ലേ. എന്തായാലും നൈസ്. ഞാനൊന്നും പറയണില്ല, ഞങ്ങൾ കേറി കാണാം. റിവ്യൂ പോലും കാണാതെ പോണം. ട്രെയിലറിൽ കാണാൻ മാതിരി അല്ല സിനിമ. ട്രെയിലറിൽ കാണാൻ മാതിരി അല്ല സിനിമ. ട്രെയിലർ കണ്ട് അങ്ങനെ അതായിട്ടൊന്നും പോണ്ട. റിവ്യൂ നോക്കാതെ പോവാ. നല്ല സിനിമയാണ്. മസ്റ്റ് വാച്ച് ഫോർ ഗേൾസ്, അത്രേ പറയാനുള്ളൂ. ഇതിൽ നിന്ന് എന്താ എനിക്ക് മനസ്സിലായത്? എന്തായാലും ഭാഗ്യമില്ലാണ്ട് പോയി ഇല്ലേ? വൺ ഡേ. അതെ, പ്രതീക്ഷിക്കാം അവസരം.
കാണാം.